ലോക വിപണിയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള സ്ഥാപനമാണ് സിന്തൈറ്റ് എക്സ്ട്രാക്ഷൻ ബിസിനസ്സിൽ 4000 കോടി വിറ്റുവരവുണ്ട്. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കോലഞ്ചേരിയിലുള്ള സിന്തൈറ്റ് ആണ് ലീഡിങ്. ആ ഫാമിലിയിൽ നിന്നാണ് താങ്കൾ വരുന്നത്. 26 വയസ്സുള്ള ഒരു യുവാവാണ്, ഇനി ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. The brand name was something that was given to me and we built on it. അങ്ങനെ തന്നെയാണ് കിച്ചൺ ട്രഷർ, അടുക്കളയിലെ നിധി എന്നതാണ്. ഒരു ഗ്രൂപ്പിന്റെ പിൻബലം ഉണ്ടായിരുന്നു, കുറച്ച് പൈസയും തന്നിട്ട് പറഞ്ഞു മോനെ തുടങ്ങിക്കോ. ശരി, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്? After creating the trial, how do you create the sustenance was a tough part. അവിടെയാണ് ആ കൺസിസ്റ്റന്റ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഹെൽപ്പ് ചെയ്തത്. ചില്ലിയിലൂടെ ഞങ്ങൾക്ക് കൺസ്യൂമർ ഹൗസ് ഹോൾഡിലേക്കുള്ള ഒരു എൻട്രി കിട്ടി. ലോസിലായിരുന്നു 6 മാസം എന്ന് പറഞ്ഞു. 6 കൊല്ലം, 6 വർഷം ആ ലോസ് സഫർ ചെയ്യേണ്ടി വന്നു. ഇന്ന് എത്ര വിറ്റുവരവുണ്ട്? So there I would say she played a large role in helping the consumers have faith in buying the product. അത് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. കാരണം മഞ്ജു ഒരു എല്ലാ സ്ത്രീകൾക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ. കേരളത്തിൽ ഏറ്റവും വിജയിച്ച ഗ്രൂപ്പുകളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിന്തൈറ്റ്. നമ്മുടെ വീടുകളിലേക്ക് ആ ബ്രാൻഡ് നെയിം അത്ര പരിചയമായിരിക്കില്ല, എന്നാൽ ഒരു മേഖലയിൽ ലോകത്ത് തന്നെ നമ്പർ 1 ആയ ഒരു ഗ്രൂപ്പാണ് കോലഞ്ചേരി ആസ്ഥാനമാക്കിയിട്ടുള്ള സിന്തൈറ്റ്. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നമ്മുടെയൊക്കെ വീടുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അമരക്കാരൻ 3ാം തലമുറയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ അശോക് മാണി. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. സംരംഭം തുടങ്ങാനിരിക്കുന്നവരും സംരംഭം നടത്തുന്നവർക്കും ഒരു വലിയ പാഠപുസ്തകമായി തീരും ഈ ഇന്റർവ്യൂ എന്നെനിക്ക് ഉറപ്പാണ്. ക്ഷമയോടുകൂടി മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്നോടൊപ്പം ഹോട്ട് സീറ്റിലിരിക്കുന്നത് അശോകാണ്. അശോക്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. അശോകിന്റെ ജന്മനാട് എവിടെയാണ്? എറണാകുളമാണ്. കോലഞ്ചേരി തന്നെയാണ്? കോലഞ്ചേരി തന്നെയാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് ടോക്കച്ചി പഠിച്ചു, വൈറ്റില്. ഇയർ സ്കൂൾ ക്ലോസ് ചെയ്തത് ഭവൻസ് ഗിർനഗർ. ഒരു ഭവൻസ് പ്രോഡക്റ്റ് ആണ്, ഒരു ഭവനായിട്ട്. എന്റെ 2 പിള്ളേരും ഭവൻസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ എവിടെയാണ്? ഗ്രാജുവേഷൻ അത് കഴിഞ്ഞ ഉടനെ ഞാൻ US പോയി. സദേൺ മെത്തഡിസ്റ്റ് യൂണിവേഴ്സിറ്റി ഡാലസിലായിരുന്നു. ഫൈനാൻസ് ആൻഡ് ഇക്കണോമിക്സിൽ ഡബിൾ മേജർ ചെയ്യുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അവിടെ തന്നെ ജോലിയായിരുന്നു. 2008 എക്കണോമിക് ക്രൈസിസ് ആയതുകൊണ്ട് ജോലി കിട്ടാൻ പാടായിരുന്നു. ബട്ട് ഐ എൻഡഡ് അപ്പ് ഫൈൻഡിങ് എ ജോബ്. ഒരു ഇയർ കണ്ടിന്യൂ ചെയ്തു. ബട്ട് സംഹൗ തോന്നി നാട്ടിലേക്ക് തിരിച്ചു വരണം തോന്നി. അതിനാൽ 2010 തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുമ്പോഴാണ് താങ്കൾ ഒരു വലിയ ഫാമിലി ബിസിനസ്സിലെ ഒരു അംഗമാണ് അല്ലേ? ആ ഗ്രൂപ്പിന്റെ പേര് സിന്തൈറ്റ് എന്നാണ്. അത് ഫൗണ്ടർ നമ്മളെല്ലാം ബഹുമാനത്തോടെ ഓർക്കുന്ന സർ CV ജേക്കബ് സാറുമാണ് അല്ലേ? അദ്ദേഹം എന്ത് ബിസിനസ്സിലേക്കാണ് കാല് വെച്ചത്? ഇപ്പൊ എത്ര വർഷമായി ആ ബിസിനസ്? സിന്തൈറ്റ് തുടങ്ങിയത് 1972 സോ വി കംപ്ലീറ്റഡ് 53 ഇയേഴ്സ്. സിന്തൈറ്റിന്റെ ബിസിനസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സിമ്പിൾ ലാംഗ്വേജ്, കൺസ്യൂമറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലാണെങ്കിൽ സ്പൈസ് എക്സ്ട്രാക്ഷൻ ആണ്. ഇന്നിപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് എക്സ്ട്രാക്ഷൻ ആണ്. സ്പൈസ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കിലോ ചില്ലി എടുത്ത് അതിൽ നിന്ന് 5 കിലോ അതിന്റെ സത്ത് എടുക്കുക, അല്ല അതിന്റെ എക്സ്ട്രാക്ട് എടുക്കുക, അല്ല അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എടുക്കുക എന്നുള്ള ഒരു ബിസിനസ്സാണ് സിന്തൈറ്റ് ചെയ്യുന്നത്. അതിന്റെ എൻഡ് യൂസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ്, ഫ്ലേവർ ഇൻഡസ്ട്രിയിലുണ്ട്, നാച്ചുറൽ കളേഴ്സിന്റെ യൂസേജസിലുണ്ട്, ന്യൂട്രസ്യൂട്ടിക്കലിലുണ്ട്, ആനിമൽ ഫീഡിലുണ്ട്. സോ മുളക് മാത്രമല്ല, അതുപോലെ തുടങ്ങിയത് മുളകും വേറെ സ്പൈസസിലും ആണെങ്കിൽ ഇന്ന് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറയുമ്പം വനില, ടീ, കോഫി, നേപ്പിയർ ഗ്രാസിൽ നിന്ന് ഗ്രീൻ കളർ എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഹോൾ റേഞ്ച് ഓഫ് എക്സ്ട്രാക്ഷനിലേക്ക് ഇന്ന് സിന്തൈറ്റുണ്ട്. ഇൻഫാക്ട് ഫ്ലോറൽ ഇൻഗ്രീഡിയൻസ്, നമുക്കൊരു ജാസ്മിനിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്ത് അത് പെർഫ്യൂമറിയിലേക്കുള്ള ആപ്ലിക്കേഷൻ പോലും പ്രോഡക്ട്സിന്റെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഐ തിങ്ക് ദി ലിസ്റ്റ് വുഡ് ബി എൻഡ്ലെസ്. ഒരു 2,000-3,000 ഓഡ് പ്രോഡക്ട്സ് 53 വർഷമായ സ്ഥാപനമാണ്. താങ്കളുടെ ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പൊ താങ്കളും അദ്ദേഹമായിട്ട് റിലേഷൻ? മദറിന്റെ ഫാദറാണ്. താങ്കൾ 3ാം തലമുറക്കാരനാണ് അല്ലെ? സിന്തൈറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ടേൺ ഓവർ എത്രയാണെന്ന്? ഗ്രൂപ്പ് ക്ലോസിംഗ് 4,000 crores this year. 4,000 കോടി ഒരു വർഷം. ഈ ലോക വിപണിയിൽ സിന്തൈറ്റ് എവിടെയായിരിക്കും നിൽക്കുന്നത്? Spice extraction business, which is what Synthite is known for, roughly 25 to 28% global market share ആ ബിസിനസ്സിലുണ്ടാവും, മേക്കിംഗ് ഇറ്റ് ദ ബിഗസ്റ്റ് ഇൻ ദാറ്റ് ഇൻഡസ്ട്രി. എന്ന് വെച്ചാൽ ലോക വിപണിയിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള സ്ഥാപനമാണ് സിന്തൈറ്റ് എക്സ്ട്രാക്ഷൻ ബിസിനസ്സിൽ. 4,000 കോടി വിറ്റുവരവുണ്ട്. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കോലഞ്ചേരിയിലുള്ള സിന്തൈറ്റ് ആണ് ലീഡിങ്. ആ ഫാമിലിയിൽ നിന്നാണ് താങ്കൾ വരുന്നത്. അതുകൊണ്ട് തന്നെ 3ാം തലമുറക്കാരനായ അശോക് മാണി പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് ആദ്യം എന്താ ചെയ്തത്? പഠിച്ചത് ഫൈനാൻസും എക്കണോമിക്സും ആയതുകൊണ്ട് അതിൽ കുറച്ച് കാലം കൂടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഡിലോയിറ്റ് എന്ന
കൺസൾട്ടിംഗ് ഫേമിൽ ഐ വാസ് ലുക്കിംഗ് ഇൻ ടു mergers ആൻഡ് അക്വിസിഷൻസ്. അതൊരു ഇയർ ചെയ്തു. ഒരു ഇയർ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിലൊരു സിമിലർ ഓപ്പർച്യൂണിറ്റി സിന്തൈറ്റും ആ ഒരു ഫേസിൽ കൂടെ പോകുമായിരുന്നു. ഹൗ ഡു വി എക്സ്പാൻഡ് ദ സിന്തൈറ്റ് ബിസിനസ് ഓർഗാനിക്കലി അല്ല ഇൻഓർഗാനിക്കലിയും കൂടെ എക്സ്പാൻഡ് ചെയ്യണം. സോ എനിക്ക് അതിലേക്ക് ശകലം ഒരു എക്സ്പോഷർ ഉള്ളതുകൊണ്ട് ഐ വാസ് ഓൾസോ ആസ്ക്ഡ് ടു കം ബാക്ക് ആൻഡ് സേ എങ്ങനെയാണ് സിന്തൈറ്റിന്റെ ഗ്രോത്ത് ആസ്പിറേഷൻസ് ഡ്രൈവ് ചെയ്യുക മെർജേഴ്സിലൂടെ. അങ്ങനെയാണ് ഞാൻ സിന്തൈറ്റിലേക്കും കൂടെ തിരിച്ചു വരുന്നത്. ആക്ച്വലി സിന്തൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഈ പ്രേക്ഷകരിൽ എല്ലാവർക്കും അറിയണം എന്നില്ല. ഒരു ഇൻഡസ്ട്രിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ബിസിനസ് കോച്ച് നൽകിയായിരിക്കാം എനിക്കിത് അറിയുന്നതും നിങ്ങളുടെ പല സ്ഥാപനങ്ങളിലും ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഒരു കൺസ്യൂമർ ചിലപ്പോൾ സിന്തൈറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് സിന്തൈറ്റ് ഗ്രൂപ്പിന് ഉണ്ടായിരുന്നില്ലേ? അതിലേക്ക് ഒരു ചുവടുവെപ്പ് വേണം എന്ന് തോന്നിയിട്ടില്ലേ? ഐ തിങ്ക് B2B ബിസിനസ് ആയിരുന്നു ഇസ് വാട്ട് ദ ഗ്രൂപ്പ് ന്യൂ. അതുകൊണ്ട് ഓണസ്റ്റ്ലി ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു അതിൽ. പക്ഷേ എവിടെയെങ്കിലും ആ വിഷമവും ബുദ്ധിമുട്ടും ഇന്റേണലി ഉണ്ടായിരുന്നു. ഇത്രയധികം ഈ നാട്ടിൽ നിന്ന് ചെയ്യുന്നു, പക്ഷേ എറണാകുളം ജില്ല വിട്ടു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തന്നെ ഇത് അറിയുന്ന ആൾക്കാർ ബാങ്കിങ് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ക്ലോസ് സർക്കിൾസിൽ മാത്രമേ ആൾക്കാർ സിന്തൈറ്റ് സിന്തൈറ്റ് എത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്? ഐ തിങ്ക് at current point maybe exceeding 4,000 odd people. 4000 പേർക്ക് തൊഴിലും കൊടുക്കുന്നുണ്ട്, 4000 കോടി വിറ്റൂരും ഉണ്ട്, പക്ഷെ എല്ലാവരും അറിയുന്നുമില്ല. ഇല്ല. ശരി, അപ്പൊ എന്തായിരുന്നു? സോ അതൊരു നിഗ്ലിംഗ് പെയിൻ ആയിരുന്നു. പക്ഷേ അറ്റ് സം പോയിന്റ് ഐ വുഡ് സേ അത് ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഇന്റന്റ് കുറേ കൂടെ ഫേമറായി. അതിൽ എൻ്റെ റോള് ഇസ് ആ പോയിന്റിൽ ആ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങണം എന്നൊരു താല്പര്യം വന്നു. പക്ഷേ ഇറ്റ് റിക്വയർഡ് മേ ബി ഫ്രം എ ഫാമിലി സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫാമിലി മെമ്പർ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇന്റന്റ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഇസ് വെയർ ഐ വുഡ് സേ ആ തക്ക സമയത്ത് ഞാനായിരുന്നു ആ പൊസിഷനിൽ, അതുകൊണ്ട് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി അതെ, അത്ര ചെറിയ കാര്യമൊന്നും അല്ല, ചാലഞ്ചിങ് കാര്യമാണ് അല്ലേ? അതെ അതെ. അപ്പൊ എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങാനാണ് ഗ്രൂപ്പ് തീരുമാനിച്ചത്? കുറെ ഇവാലുവേറ്റ് ചെയ്തു. ബിക്കോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പൈസ് ആൻഡ് മസാല സിന്തൈറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ ഒരു വിഭാഗം മാത്രമാണ്. എൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ബിസിനസ്സിലും ഇറങ്ങായിരുന്നു. ബട്ട് ബിക്കോസ് വി റിയലൈസ് ദാറ്റ് ഈ സ്പൈസ് ആണ് നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും കോർ. ഇത് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്, അത് എന്ത് പ്രൈസിൽ മേടിക്കണം, അതിന്റെ ക്വാളിറ്റി അഷുറൻസ് ചെക്സ് എങ്ങനെ ചെയ്യണം. അതുകൊണ്ട് സ്പൈസിനെ കുറിച്ച് കുറെ അറിയാവുന്നതുകൊണ്ട് വി സെഡ് ലെറ്റ് us സ്റ്റാർട്ട് ഇൻ ദ സ്പൈസ് ആൻഡ് മസാല ബിസിനസ്. അങ്ങനെയായിരുന്നു സ്പൈസ് ആൻഡ് മസാലയിലേക്കാണ് നിങ്ങൾ തീരുമാനിച്ചത്. അതിന് കാരണമെന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 സ്പൈസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റി എവിടെ കിട്ടും, അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെല്ലാം നിങ്ങൾക്ക് അറിയാം. ശരി, അങ്ങനെ കൺസ്യൂമർ പ്രോഡക്റ്റിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. സ്പൈസസും മസാലയും. അതെ. സ്പൈസസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? സ്പൈസ് ഈസിയ ഡെഫിനിഷൻ നമ്മൾ സ്ട്രേറ്റ് സ്പൈസസ് എന്ന് പറയും. മുളക് പൊടിച്ചാൽ മുളക് പൊടി, അല്ലെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് സ്ട്രേറ്റ് സ്പൈസ് എന്ന ഡെഫിനിഷൻ. കറി പൗഡേഴ്സ് ആണ് മസാലാസ്. രണ്ട് വേർട്ടിക്കലാണ്. ആ 2 വേർട്ടിക്കൽസ് ആണ്. അപ്പോൾ അശോക് മാണിയാണ് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. എന്താണ് ബ്രാൻഡ് നെയിം? കോയിൻസിഡന്റ്ലി എനിക്ക് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ട വന്നില്ല, ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യേണ്ട വന്നില്ല. ബിക്കോസ് സിന്തൈറ്റ് ഈ ഡിസിഷൻ എടുത്ത് കൺസ്യൂമർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി സ്പൈസസ് എങ്ങനെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കേറ്ററിംഗ് അഥവാ ഹൊറേക്ക എന്ന ബിസിനസ്സിലേക്ക് സപ്ലൈ ചെയ്യാന്നുള്ളൊരു ഇന്റൻഷനിലൂടെ ഒരു ചെറിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ചെറിയ ബ്രാൻഡ് ഇൻ ടേംസ് ഓഫ് ഹെവി ഫോക്കസ് ഓൺ പാക്കേജിംഗ് അല്ല, പക്ഷേ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഇൻ എ പാക്ഡ് ഫോർമാറ്റ് ഫോർ ഹൊറേക്ക എന്നുള്ളൊരു അത് B2B ആണ്. അത് B2B ആണ്. അപ്പോൾ അതിൽ B2Bക്ക് ഒരു ബ്രാൻഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ അത് കിച്ചൺ ട്രഷേഴ്സ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം. അന്ന് കുറേ വർക്ക് റേയൻ കേശവൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏജൻസിയോട് വർക്ക് ചെയ്ത് വി അറൈവ്ഡ് അറ്റ് എ ബ്രാൻഡ് നെയിം കോൾ കിച്ചൺ ട്രഷേഴ്സ്. ഇത് ഞാൻ വരുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് ബ്രാൻഡ് നെയിം ഓൾറെഡി ക്രിയേറ്റഡ് ആയിരുന്നു. യെസ്, കുറച്ചധികം ഡിസ്കഷൻസ് ഇന്റേണലി നടന്നു. ഈ കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം കേരളത്തിന് കറക്റ്റ് ആയിട്ടുള്ളൊരു പേരാണോ, ആൾക്കാർക്ക് അത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമോ, പലധികം കോൺവെർസേഷൻസ് നടന്നു. ബട്ട് ബിക്കോസ് ഇറ്റ് വാസ് എ നെയിം ക്രിയേറ്റഡ് ഇന്റേണലി, അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതുള്ളതുകൊണ്ട് വൈ സ്റ്റാർട്ട് സംതിങ് ന്യൂ, വൈ നോട്ട് ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ് എന്നുള്ളൊരു ഡിസ്കഷനിലൂടെയാണ് ദെൻ വി അറൈവ്ഡ് അറ്റ് ഇറ്റ്. സോ ദ ബ്രാൻഡ് നെയിം was something that was given to me and we built on it. അങ്ങനെ തന്നെയാണ് കിച്ചൺ ട്രഷർ, അടുക്കളയിലെ നിധി എന്നതാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ അടുക്കളയിലെ നിധി ഒരു ബ്രാൻഡുമായിട്ട്. അവിടെയാണ് അടുത്ത ചോദ്യം. താങ്കളത് താങ്കളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുമ്പോൾ താങ്കൾക്ക് പ്രായം 26 വയസ്സുള്ള ഒരു യുവാവാണ്. ഇനി ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. കാര്യം നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറയില്ലേ, എൻ്റെ അപ്പൂപ്പനൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. സിന്തൈറ്റ് വലിയ ഗ്രൂപ്പാണ്, പക്ഷെ ഇത് കളി വേറെയാണ്. എന്ന് വെച്ചാൽ FMCG മാർക്കറ്റ്, ഹൈലി സെൻസിറ്റീവ്, ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലേക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു ടീമിൽ? 40 പേരുണ്ടായിരുന്നു. ഗ്രൂപ്പിന്റെ പിൻബലം ഉണ്ടായിരുന്നു, കുറച്ച് പൈസയും തന്നിട്ട് പറഞ്ഞു മോനെ തുടങ്ങിക്കോ. ശരി, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്? സിന്തൈറ്റിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ റീസണബിളി ഈസിയർ ആയിരുന്നു സെറ്റിംഗ് അപ്പ്. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, ബിക്കോസ് ആ ബിസിനസ് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഈ പ്രോസസ്സിൽ കുറെ അധികം ഹെൽപ്പ് ചെയ്തത് ഇസ് അബൌട്ട് ദ റൈറ്റ് ടീം ദറ്റ് വി ക്രിയേറ്റഡ് ഇൻ ദ ബിഗിനിങ്. ഐ ഹാവ് ടു കോൾ ഔട്ട് സംബഡി ലൈക്ക് സാബു ജോസ് ഹു ജോയിൻഡ് as a sales head.
ഐ തിങ്ക് ആ റൈറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഒരു കണ്ടിന്യൂസ് ഗുഡ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ബാക്കിംഗ് ഉള്ളതുകൊണ്ട് ആ പ്രോസസ്സ് കുറേ കൂടെ അപ്പൊ ഈസിയർ നിങ്ങൾ ആയി. പഠിച്ചോ എന്ത് പ്രോഡക്റ്റുമായിട്ടാണ് മാർക്കറ്റിലേക്ക് പോകേണ്ടത്? കാര്യം ശരിയാണ്, സ്പൈസസും മസാലയും നമുക്ക് മനസ്സിലായി. Yeah. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ വാട്ട് സ്റ്റഡി എന്താണ് നിങ്ങൾ പഠിച്ചത്? ഇതിൽ ഐ വുഡ് സേ ഇറ്റ്സ് എ മിക്സ് ഓഫ് ഗോഡ്സ് ഗുഡ് വിൽ ആൻഡ് ദി എഫേർട്ട്. ബിക്കോസ് ഞങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല വാട്ട് ടു ഡു. ഇൻഫാക്ട് അറ്റ് ടൈംസ് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ വിചാരിക്കും ഇന്ന് തമിഴ്നാട് ലോഞ്ച് ചെയ്യുമ്പം കൂടുതൽ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഉണ്ട്. മേ ബി അന്ന് അത്രയും ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നില്ല ബിക്കോസ് മാർക്കറ്റിനെ കുറിച്ച് അധികം അറിഞ്ഞില്ല. ആൻഡ് മേ ബി അറ്റ് ടൈംസ് ദാറ്റ്സ് എ ഗുഡ് തിങ്. നമ്മൾ ഓവർ ഇൻട്രോസ്പെക്ട് ചെയ്യാണ്ടിരിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. ബട്ട് ഒരു ബേസിക് സ്റ്റഡി നടത്തി. ഇൻഫാക്ട് വളരെ ഒരു ഡിപ്സ്റ്റിക് സ്റ്റഡി, റീച്ചിങ് ഔട്ട് ടു കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി ആൻഡ് ആസ്കിങ് എന്താണ് വാട്ട് ഇസ് യുവർ പെയിൻ പോയിന്റ് ഇൻ ദിസ് കാറ്റഗറി. സ്പൈസ് ആൻഡ് മസാലയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ഇറങ്ങി നമ്മൾ എന്ത് പൊസിഷനിങ് എടുക്കണം എന്നറിയാൻ വേണ്ടി സ്പോക്ക് ടു ഫ്യൂ കസ്റ്റമേഴ്സ്, മേ ബി അബൌട്ട് 500 odd കസ്റ്റമേഴ്സ് അക്രോസ് കേരള. അപ്പോൾ അതിൽ നിന്നുള്ളൊരു വിസിബിലിറ്റി കിട്ടി എങ്ങനെയാണ് ഈ ബ്രാൻഡ് പൊസിഷൻ ചെയ്യേണ്ടതെന്നും. സോ ദാറ്റ് ഓൺ വൺ സൈഡ്, അതുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് മീറ്റിംഗ് ദിസ് ബ്രാൻഡ് പൊസിഷനിങ് സ്റ്റേറ്റ്മെന്റ് along with a great team. I think that's what gave us the start. അപ്പൊ എന്ത് പ്രോഡക്റ്റുമായിട്ടാണ് ഇറങ്ങാൻ തീരുമാനിച്ചത്? അന്ന് ആ റേഞ്ച് 80% ഓഫ് ദ കാറ്റഗറിയിൽ ഇന്ന് ബിസിനസ് നടക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്പൈസ് ആൻഡ് മസാല എന്നുള്ള റേഞ്ചിലാണ്. അപ്പം വളരെ കോർ ഫോക്കസ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ SKUs എണ്ണം കൂടിയെങ്കിൽ ഞങ്ങളുടെ കോർ ഫോക്കസ് ഇന്ന് ഇപ്പോഴും ആ 2 കാറ്റഗറി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ലിമിറ്റഡ് SKU റേഞ്ച് വെച്ചിട്ടാണ് അപ്പൊ എന്ത് പ്രോഡക്റ്റിനാണ് ഒരു നീഡ്, എന്ത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോയത്? നമ്മൾ ഒരു കൺസ്യൂമർ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ഫിഗർ ഔട്ട് ഒരു ഹൗസ് ഹോൾഡിലേക്ക് നമുക്ക് പല പ്രോഡക്ട്സ് സെല് ചെയ്യാം. അത് ചില്ലി പൗഡർ അല്ല, ചില്ലി പൗഡർ ടു പുട്ടുപൊടി ടു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞങ്ങൾ ഇന്ന് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് സെല് ചെയ്യാം. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വെൻ യു ലോഞ്ച് എ ബ്രാൻഡ് ടു ഫിഗർ ഔട്ട് എന്തിലൂടെയാണ് ആദ്യത്തെ എൻട്രി നമുക്ക് നടത്താൻ പറ്റുക എന്നുള്ളത്. ഞങ്ങൾ നടത്തിയ സർവേസിലും കൺസ്യൂമർ അണ്ടർസ്റ്റാൻഡിങ്ങിലും കൺസ്യൂമർ നീഡും നമ്മുടെ ബ്രാൻഡിന്റെ സ്റ്റേറ്റ്മെന്റ് മാരി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൻസർ അത് ചില്ലി പൗഡർ ആയിരുന്നു. ചില്ലി പൗഡർ? അതെ. അപ്പൊ ആ ചില്ലി പൗഡറിലൂടെ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഹീറോ എൻട്രി പ്രോഡക്റ്റ് വാസ് ചില്ലി പൗഡർ. ഓക്കെ, അപ്പോൾ ഹീറോ എൻട്രി പ്രോഡക്റ്റ് ചില്ലി പൗഡർ സെലക്ട് ചെയ്തത് കാരണം നിങ്ങൾ ബാക്ക് എൻഡിൽ നിങ്ങൾ എത്ര വലിയ പുലിയാണ്, നിങ്ങൾ വലിയ സ്ഥാപനമാണെന്ന് പറഞ്ഞാലും കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പുതിയ ആളാണ്. അതെ. നിങ്ങൾ അറിയില്ല. അത് മാത്രമല്ല ഈ പറയുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇതിനൊരു ലോയൽറ്റി ഉണ്ട്. ഈ ലോയൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന കറി പൗഡർ യൂസ് ചെയ്യുന്ന പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ഒരു കിച്ചൺ ട്രഷർ ബ്രാൻഡ് കണ്ടാലൊന്നും വാങ്ങില്ല. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചത് ചില്ലി പൗഡറുമായിട്ട് ഇറങ്ങാനാണ്. ആ തന്ത്രം വിജയിച്ചോ? അത് ലാർജ്ലി സക്സസ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ആ കൺസ്യൂമർ പെയിൻ പോയിന്റ് അതാണെന്ന് മനസ്സിലാക്കി അതിൽ കണ്ടിന്യൂസ്ലി മേ ബി ഫസ്റ്റ് 2 to 3 years അത് മാത്രമായിരുന്നു ഇന്റന്റ്. എവറി പാക്കറ്റിൽ കൺസിസ്റ്റന്റ് ക്വാളിറ്റി ഡെലിവറി ചെയ്യുക, എല്ലാ എക്സ്പീരിയൻസസും സെയിം ആവുക. ബിക്കോസ് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു വലിയ പെയിൻ പോയിന്റ് കൺസ്യൂമറിന്റെ എക്സ്പീരിയൻസസ് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പാക്കറ്റിൽ നിന്ന് പാക്കറ്റിലേക്ക് എന്റെ എക്സ്പീരിയൻസസ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവർ പോകുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു പ്രോഡക്റ്റ് ഈ മുളക് പൊടിയാണ്. അതെ. നല്ല ക്വാളിറ്റി അല്ല. അതെ. അപ്പൊ അത് മാറ്റിക്കൊണ്ടിരുന്നിരുന്നു. അതെ. അത് ശരി. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ യൂസ് ചെയ്ത് തുടങ്ങിയോ? അതിൽ എൻട്രി എന്നും ഒരു കറക്റ്റ് പൊസിഷനിങ്ങിലോ പ്രൈസിങ്ങിലോ ട്രയൽ ജനറേറ്റ് ചെയ്യാൻ ചില്ലി പൗഡറിൽ റീസണബിളി ഹാർഡ് അല്ല. യു ക്യാൻ ക്രിയേറ്റ് എ ട്രയൽ, ബട്ട് ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദ ട്രയൽ ഹൗ ഡു യു ക്രിയേറ്റ് ദ സസ്റ്റൈനൻസ് വാസ് എ ടഫ് പാർട്ട്. അവിടെയാണ് ആ കൺസിസ്റ്റന്റ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഹെൽപ്പ് ചെയ്തത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം അതുകൊണ്ട് ചില്ലിയിലൂടെ ഞങ്ങൾക്ക് കൺസ്യൂമർ ഹൗസ് ഹോൾഡിലേക്കുള്ള ഒരു എൻട്രി കിട്ടി. നിങ്ങൾ അതിൽ എക്സ്പേർട്ടുമാണ്, കാരണം നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സോഴ്സിംഗ് ചെയ്യുന്ന ആൾക്കാർ. അതെ. അത് നന്നായി വിജയിച്ചു. ഡെഫിനറ്റ്ലി. അത് വഴി പതുക്കെ വേറെ അക്സെപ്റ്റൻസ് വന്നു. അതെ. ആക്സെപ്റ്റൻസ് ഇറ്റ് ടുക്ക് ടൈം. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു കുറെ ഈ കാറ്റഗറിയിൽ ബ്രാൻഡ്സ് ഫെയിൽ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർ ഓപ്റ്റിമിസം ഇൻ അറ്റംപ്റ്റിംഗ് ടു സെൽ മസാല ഓർ കറി പൗഡർ. ബിക്കോസ് കറി പൗഡറിലാണ് ഇവൻച്വലി എന്തെങ്കിലും ലാഭമുള്ളത്. ഇതെല്ലാം മാർക്കറ്റ് കോസ്റ്റ് സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമ്മൾ അത് കണ്ട് നമ്മൾ കൂടുതൽ മസാല വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഷമീം പറഞ്ഞ പോലെ ആൾക്കാർക്കൊരു ലോയൽറ്റി ഫാക്ടർ ഉണ്ട്. അത് ഓവർനൈറ്റ് മാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് ഇറക്കി വെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഇറങ്ങി പോകുന്നുമില്ല. അപ്പം അത് വളരെ ഒരു പേഷ്യന്റ് ഗെയിം. ഇൻഫാക്ട് ഇറ്റ് വാസ് എ 4-5 year ഗെയിം വേർ ഞങ്ങളുടെ ഇന്റന്റ് തന്നെ വളരെ ക്ലിയർ ആയിരുന്നു. പതുക്കെ ഈ ഹൗസ് ഹോൾഡ് ഗ്രോ ചെയ്യുള്ളൂ. ആദ്യം അവരെ കൊണ്ട് ചില്ലി മേടിക്കണം, അവരത് യൂസ് ചെയ്യണം, അവരത് സസ്റ്റെയിൻഡ് ആകണം. ഇനി എങ്ങനെ അവർക്ക് വേറെ പ്രോഡക്റ്റ് കൊടുക്കാമെന്ന് നമ്മൾ ആലോചിക്കണം. ആ പ്രോഡക്റ്റിലും സക്സസ്ഫുൾ ആവണം. അപ്പം സോ ലോട്ട് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഗെറ്റിംഗ് ദെയർ. ഈ പേഷ്യന്റ് ജേർണി സ്പൈസ് കാറ്റഗറിയിൽ നിന്ന് മാത്രമല്ല ഏത് ബിസിനസ് എടുത്താലും ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും ഇടയിൽ വെച്ച് നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായി പോകുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതിന്റെ നഷ്ടം. അതിന് കാരണം സ്പൈസസ് ഞാൻ വളരെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന. അപ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് മുളക് പൊടി എടുത്താൽ ഇന്നത്തെ മുളകിന്റെ വില വെച്ച് അത് പൊടിച്ച് ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല. ഇതെങ്ങനെ വിൽക്കുന്നു? അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതെ. അപ്പൊ അവിടെ ലാഭമുണ്ടായിരുന്നു.
അതോ നഷ്ടത്തിലാണോ അത് കൊടുക്കുന്നത്? ഫസ്റ്റ് 6+ ഇയേഴ്സ് ഞങ്ങൾ ലോസ് മേക്കിംഗ് തന്നെയായിരുന്നു. ക്ലിയർലി ആ കൺസ്യൂമറിനെ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റാണ്. ഇന്ന് നമ്മൾ പല ടെക് ബിസിനസ് എടുത്താലും എല്ലാവരും ബേൺ റേറ്റ് എന്ന് പറയുമല്ലോ. ഇൻഫാക്ട് എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. ആ കൺസ്യൂമറിനെ അക്വയർ ചെയ്യാനുള്ള ഒരു ബേൺ റേറ്റ് ആണ്. ആ ബേൺ റേറ്റിൽ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഹീറോ ലോസ് മേക്കിംഗ് അല്ലെങ്കിൽ ഹീറോ എൻട്രി പ്രോഡക്റ്റ് തന്നെയാണ്. സോ യെസ്, മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വിൽക്കുന്ന ചില്ലി പ്രൈസസിന് പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റില്ല. ബട്ട് യുവർ ഇൻറ്റൻറ്റ് ഇസ് ടു ക്രിയേറ്റ് ഒരു ലൈഫ് ടൈം വാല്യൂ ഓഫ് കൺസ്യൂമർ, അല്ലേ? ഒരു കൺസ്യൂമറിൻ്റെ അടുത്ത് നിന്ന് എത്ര ലൈഫ് ടൈം വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇനീഷ്യലി എന്ത് കോസ്റ്റ് ഇൻകർ ചെയ്യണം അത് അയാളെ ഓൺ ബോർഡ് ചെയ്യാൻ. ഇപ്പം ഇന്ന് ടെക്നോളജി ബിസിനസ്സസ് സംസാരിക്കുന്ന സെയിം ലാംഗ്വേജ് തന്നെയാണ് കൺസ്യൂമർ ബിസിനസ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അക്വിസിഷൻ കോസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ആ ചില്ലി ലോ പ്രൈസിൽ വിൽക്കുന്നത് കണ്ടിരുന്നത്. പിന്നീട് പതുക്കെ പതുക്കെ നമ്മുടെ പ്രോഡക്റ്റ് റേഞ്ചുകൾ കൂട്ടി മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയോ? പ്രോഡക്റ്റ് റേഞ്ച് വളരെ സ്റ്റഡി പേസിലേ ഞങ്ങൾ കൂട്ടിയുള്ളൂ. ഒരിക്കലും ഒരു ബിക്കോസ് വി വാണ്ടഡ് ടു ഡിഫറൻഷിയേറ്റ് വി ഹവ് നോട്ട് ആഡഡ് പ്രോഡക്ട്സ്. ഒരിക്കലും അതായിരുന്നില്ല ഇൻറ്റൻറ്റ്. ബിക്കോസ് ആ ലേസർ ഷാർപ്പ് ഫോക്കസിലൂടെ ഗ്രോത്ത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വളരെ സ്ട്രോങ് ലേണിംഗ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഐ മീൻ വി ഡോണ്ട് റിയലി എക്സ്പാൻഡ് ഇഫ് ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ടു എക്സ്പാൻഡ്. ഒറ്റടിക്ക് നേരെ പോയി ഓൾ കേരള പോകുമായിരുന്നോ അതോ ചില ഡിസ്ട്രിക്റ്റുകൾ സെലക്ട് ചെയ്താണോ സ്റ്റാർട്ട് ചെയ്തത്? ലാർജ്ലി അറ്റംപ്റ്റ് ഫുൾ ഓൾ കേരള തന്നെയായിരുന്നു. ഐ വുഡ് സേ വി വുഡ് ഹവ് കവേർഡ് മേ ബി 80% ഓഫ് ഓൾ കേരള, 80% ഓഫ് ഡിസ്ട്രിക്ട്സ്. ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ ചിലപ്പോൾ 25% കവറേജ് നമുക്ക് ഇനീഷ്യലി കിട്ടി. ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം ടു ഡെവലപ്പ് എൻ ഈക്കോ സിസ്റ്റം. അപ്പോൾ മാനുഫാക്ചറിങ് നമ്മുടെ കോളേജേരി തന്നെയാണ്. അതെ. പക്ഷെ ഫ്രണ്ട് എൻഡിൽ നിങ്ങൾ നല്ല സെയിൽസിലെ ആൾക്കാരെ എടുത്തു. അതെ. അല്ലേ? അതെ. അന്ന് തുടക്കത്തിൽ എന്നോട് പറഞ്ഞത് 45 പേര് അത്രയും ഉണ്ടായിരുന്നു. അല്ലേ? ലോസിലായിരുന്നു 6 മാസം എന്ന് പറഞ്ഞു. 6 കൊല്ലം, 6 വർഷം ആ ലോസ് സഫർ ചെയ്യേണ്ടി വന്നു. ഇന്ന് എത്ര വിറ്റവരവുണ്ട്? ഇന്ന് ഈ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ 250 crores പ്ലസ്. എക്സലന്റ്. 250 കോടി. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഒരു 450+ ആൾക്കാരുണ്ട്. എത്ര SKUs, എത്ര പ്രോഡക്റ്റ് റേഞ്ച് ഉണ്ട്? 200+ ഉണ്ടാവും. അത്രയും വളർന്നു കഴിഞ്ഞു. പക്ഷെ ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം അതിൽ ഉണ്ടാവും അശോകിനും ടീമിനും. അപ്പൊ അടുത്ത ചോദ്യം, കിച്ചൺ ട്രഷറേഴ്സ് ശരിയാണ്, അടുക്കളയിലെ നിധി. ഈ പ്രോഡക്റ്റുമായി മലയാളിയായ ഒരു വീട്ടമ്മയുടെ ഹൃദയത്തെയാണ് നിങ്ങൾ സ്പർശിക്കേണ്ടത്. വർഷങ്ങളായി ഒരു ബ്രാൻഡ് ചിക്കൻ മസാല അല്ലെങ്കിൽ ഫിഷ് മസാല ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാമ്പാർ പൊടി ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സ്വിച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് ഇൻഫ്ലുവൻസർ വേണം. അതെ. അവിടെ നിന്നാണ് ഒരു ബ്രാൻഡ് അംബാസഡറിലേക്കൊക്കെ എത്തുന്നത്, അല്ലേ? എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? ആരെയാണ് കണ്ടുപിടിച്ചത്? ഐ തിങ്ക് ഇത് തുടങ്ങിയത് ഒരു ബിസിനസ് സ്ട്രാറ്റജി ആംഗിളിലാണ്, അല്ലേ? ബിക്കോസ് വി ആർ എ വെരി ലേറ്റ് എൻട്രൻറ്റ്. എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് എൻട്രൻറ്റ് ഞങ്ങളാണ്. അപ്പം ക്ലിയർലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ 100ഓളം ബ്രാൻഡ് വന്നു പോകുന്നു. ഇന്ന് കേരളത്തിൽ ഒരു റഫ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 500 ബ്രാൻഡ് ഉണ്ടെന്നാണ് നമ്മുടെ കണക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ കൺസ്യൂമർ എന്നും ഒരു ന്യൂ ബ്രാൻഡിലേക്ക് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടെൽ ദ കൺസ്യൂമർ യു ആർ ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ്. സോ അതിനെ ഞാൻ ബിസിനസ് സ്ട്രാറ്റജി കമ്പോണൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ് എന്നുള്ളൊരു കമ്പോണൻറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ പൊസിഷൻ വെരി ഡിഫറെൻ്റ്ലി. മേ ബി യെസ്, ആ ആംഗിൾ ഇന്ന് പല ബ്രാൻഡ്സും ഇന്ന് സെലിബ്രിറ്റീനെ എടുക്കുന്നതാണല്ലോ. യു വോണ്ട് ടു പൊസിഷൻ യുവർ സെൽഫ് എ ബിറ്റ് മോർ ഹയർ. So definitely that was one reason. അത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഐ തിങ്ക് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ വുഡ് ഫിറ്റ് ദാറ്റ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഹൂ വുഡ്, ഈ ബ്രാൻഡിന് ഒരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർ ഫിറ്റ് ചെയ്യുന്ന പേഴ്സൺ ആരായിരിക്കും എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് വെൻ വി ലുക്ക്ഡ് അറ്റ് ഇന്ന് കേരളത്തിൽ ഹൗസ് ഹോൾഡ്സിലെ ഫീമെയിൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ്, ബിക്കോസ് ഇൻ ദ ബ്രാൻഡ് ദേ ഹാവ് ടു പ്ലേസ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ്. ഞങ്ങൾ ബ്രാൻഡ് ലാംഗ്വേജ് സംസാരിച്ചതും ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ആണ്. അപ്പോൾ അതിനെ ആ ഫീച്ചേഴ്സ് അഡിയർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വാസ് വെരി സിമ്പിൾ ദാറ്റ് ദി ആൻസർ വാസ് മഞ്ജു വാര്യർ. അങ്ങനെയാണ്, ദാറ്റ്സ് ഹൗ വി ബ്രോട്ട് ഹർ ഓൺ. അങ്ങനെയാണ് മഞ്ജു വാര്യർ കിച്ചൺ ട്രഷറിന്റെ ബ്രാൻഡ് അംബാസഡർ ആവുന്നത്. അതെ. അത് ഹെൽപ്ഫുൾ ആയോ? ഡെഫിനറ്റ്ലി. ഐ തിങ്ക് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂ എൻട്രൻറ്റിൽ ഇറ്റ് മീൻ പോയിന്റ്സ് ഓഫ് ഡിഫറൻസിയേഷൻ. പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒരാൾ കൺസ്യൂമർ മേടിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് മേടിക്കാനുള്ളൊരു റീസൺ ഉണ്ട്. So there I would say she played a large role in helping the consumers have faith in buying the product. അത് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. കാരണം മഞ്ജു ഒരു എല്ലാ സ്ത്രീകൾക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ. അദ്ദേഹത്തോട് സ്നേഹവും ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് ബഹുമാനവും ഒക്കെയുള്ള മലയാളികൾ അത് നെഞ്ചിലേറ്റി ആ വളർച്ച തുടർന്നു. ഇയർ ഓൺ ഇയർ അത് കണ്ടിന്യൂ ചെയ്തിട്ടേ ഉള്ളൂ. ഐ തിങ്ക് ആസ് പാർട്ട്ണർഷിപ്പ് വിത്ത് ഹർ the relationship has always been that way, because very participant celebrity ആണ് in fact in terms of understanding എന്താണ് growth aspects എന്നുള്ളത്. I mean, it's a very എനിക്കൊന്ന് കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് ഇംപ്രസ് ചെയ്യാൻ ഐ തിങ്ക് ദാറ്റ് സംതിങ് ദാറ്റ് ഇസ് ബീൻ പോസിബിൾ ഫോർ ഹർ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു ഹെൽപ്പും സപ്പോർട്ടും ഉണ്ടെന്നുള്ളതാണ്. Absolutely. കമ്മിങ് ബാക്ക്, താങ്കൾ ഒരു 26 വയസ്സിലേക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. ഒരു ഫാമിലി ബിസിനസ്സാണ്, അതും കണ്ടിന്യൂസ് 6 കൊല്ലം നഷ്ടത്തിലാണ്. ഈ റിവ്യൂസ് ഉണ്ട്. താങ്കളുടെ സ്ഥാപനം വലുതാണ്. ഈ നഷ്ടത്തിലോടുന്ന കമ്പനി ഇനിയും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലേ അത് വരുള്ളൂ.
എങ്ങനെയാണ് ഇത് കൺവിൻസ് ചെയ്യുന്ന മാനേജ്മെന്റ്? ഐ തിങ്ക് ഈസി ആയിരുന്നില്ല, പക്ഷെ എന്നാൽ എക്സ്ട്രീംലി ഹാർഡും ആയിരുന്നില്ല. ഐ തിങ്ക് വൺ ഗ്രേറ്റ് ടച്ച് വുഡ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്, സിന്തായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റൈൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഐ തിങ്ക് ദ ഫെയ്ത്ത് ഷോൺ ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ മെമ്പേഴ്സ് ഇസ് വെരി ഹൈ. അപ്പം അവർ സസ്റ്റെയിൻ, ഇൻഫാക്ട് അതുകൊണ്ട് വെറുതെ ഇൻവിസിബിൾ ഫെയ്ത്ത് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ബിസിനസ് റവന്യൂ ഗ്രോ ചെയ്തു ഇയർ ഓൺ ഇയർ. അപ്പോൾ കൺസ്യൂമറിനെ ഞങ്ങൾ അക്വയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ പ്രോഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ലോസ് മേക്കിംഗ് ആണ്, അതുകൊണ്ട് പാത്ത് ടു പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പാത്ത് ടു പ്രോഫിറ്റബിലിറ്റി ബോർഡിന് വിസിബിൾ ആയത് മുതൽ ഐ തിങ്ക് ഇറ്റ് വാസ് ദാറ്റ് ഫിയർ വാസ് വെരി മച്ച് സബ്സൈഡഡ്. ബട്ട് ദ ബിഗർ ആസ്പെക്ട് വാസ് ദ ഫെയ്ത്ത് ഷോൺ ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ, ബിക്കോസ് അതാണ് ആ വ്യക്തിയിൽ അർപ്പിക്കുന്ന ഫെയ്ത്ത് ആണ്, അത് വളരെ ഹൈ ആണ് സിന്തൈറ്റ് ഗ്രൂപ്പിൽ. അത് ഐ തിങ്ക് ദാറ്റ് പ്ലേസ് എ ലാർജ് റോൾ, ബിക്കോസ് ആ ഫെയ്ത്ത് നമ്മളിൽ ഏൽപ്പിക്കുമ്പം then I think you are performing at 200% to make things right. അവിടെയാണ് അടുത്ത ചോദ്യം. ഈ ഇൻഡസ്ട്രി ആസച്ച്, നമ്മളിപ്പോഴത്തെ സ്പൈസസും മസാല, കേരള മാർക്കറ്റ് സൈസ് എന്താണ്? ബ്രാൻഡഡ് ബിസിനസ് 1500 കോടിയിലുപരി ഉണ്ടാവും. കേരളത്തിൽ സിഗ്നിഫിക്കൻ്റ്ലി ബ്രാൻഡഡ് പെനിട്രേഷൻ ഉള്ള ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് ടോട്ടൽ മാർക്കറ്റ് സൈസ് ഒരു 2000 crores പ്ലസ് ഉണ്ടാവും. 2000 കോടിയിൽ 1500 ബ്രാൻഡ്. അതെ, അവിടെയാണ് നമ്മളൊരു 250 അല്ലെങ്കിൽ എത്ര കോടി ഉണ്ടാവും പ്ലസ് സ്പൈസ് ആൻഡ് മസാല ബിസിനസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, 20ഓളം രാജ്യത്തിലേക്ക് എക്സ്പോർട്ട്. വെരി ഗുഡ്. കേരളത്തിൽ മാത്രം ഒതുങ്ങിയോ കിച്ചൺ ട്രഷർ, അതോ വേറെ സംസ്ഥാനങ്ങളിലുണ്ട്? ഈ ഇൻഡസ്ട്രി വളരെ യുണീക്കാണ്. എനിക്ക് തോന്നുന്നു ആസ് കൺസ്യൂമേഴ്സ് നമ്മൾ ബിസ്ക്കറ്റ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓയിൽ മേടിക്കുമ്പോൾ നമ്മൾ നാഷണൽ ബ്രാൻഡ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് വി വോണ്ട് ബൈ അല്ലേ, നമ്മൾ ആസ്പിറേഷനിലാണ്. മസാല മേടിക്കുമ്പം ഒരു കൺസ്യൂമറിന്റെ മൈൻഡ് സെറ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് എൻ്റെ അടുത്തു നിന്നുള്ള അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റിൽ നിന്നുള്ള പ്രോഡക്റ്റ് മേടിക്കണം എന്നുള്ളൊരു തിങ്കിങ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, മേ ബി ദി ഓൺലി കാറ്റഗറി യു വിൽ ഫൈൻഡ് വേ കൺസ്യൂമേഴ്സ് തിങ്കിങ് എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ സ്റ്റേറ്റിൽ നിന്നുള്ളത് മേടിക്കണം. അപ്പോൾ ഇതിനാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു എക്സ്പാൻഡ് ഇൻ ടു അതർ മാർക്കറ്റ്സ്. നമ്മൾ അപ്പം പല ബ്രാൻഡ്സും ട്രൈ ചെയ്തിട്ടുണ്ട്, പല ഫെയിലിയേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ഞങ്ങൾ ഒരു 6 കൊല്ലം മുമ്പ് കിച്ചൺ ട്രഷേഴ്സ് തന്നെ എക്സ്പാൻഡ് ചെയ്ത് മൾട്ടിപ്പിൾ എഫേർട്സ്. അവിടുത്തെ പ്രോഡക്റ്റ് ഒക്കെ മാച്ച് ചെയ്ത് നോക്കി. അവിടുത്തെ കർണാടകയിലെ പുളിയോഗരെ മസാല, ലെമൺ റൈസ്, പല പ്രോഡക്ട്സും മാച്ച് ചെയ്ത് ഗ്രേറ്റ് പ്രോഡക്ട്സ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഫെയിൽ. ഐ തിങ്ക് അതൊക്കെ വളരെ ഒരു സ്ട്രോങ് ലേണിംഗ് ആയിരുന്നു. അതുകൊണ്ട് ആർ അപ്രോച്ച് ടു ദിസ് ഇസ് ദാറ്റ് ഇതൊരു മൾട്ടി ബ്രാൻഡ് സ്ട്രാറ്റജിയിലൂടെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ മെയ്യൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തമിഴ്നാട് ഓഡിയൻസിന് വേണ്ടി, മെയ്യൽ അതിന്റെ അർത്ഥം, മെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിയൻ ലിറ്ററേച്ചറിൽ ബിഹോൾഡർ ഓഫ് ട്രൂത്ത് എന്നാണ്. അതൊരു കൺസോളിഡേറ്റഡ് വേർഡാണ്. മെയ് എന്ന് പറഞ്ഞാൽ തമിഴിൽ ട്രൂത്ത് എന്നും സമയൽ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങും ആണ്. അപ്പം ട്രൂത്ത്ഫുൾ കുക്കിംഗ് എന്നുള്ളൊരു ഇന്റന്റും കൂടെ അതിന്റെ പുറയിലുണ്ട്. ഓക്കെ, അവിടെയും ബ്രാൻഡ് അംബാസിഡർ ഉണ്ടോ? അവിടെയും ബ്രാൻഡ് അംബാസിഡർ ഉണ്ട്. കേരളത്തിലെ ലേണിംഗ്സ് എക്സ്പാൻഡ് ചെയ്യാണ്ട് പറ്റിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കേരളത്തിൽ മൊത്തം എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്? കേരളം റഫ്ലി അബൌട്ട് 120 ഓർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിൽ. തമിഴ്നാട്ടിൽ അബൌട്ട് 18 ആവും. നമ്മുടെ പ്രോഡക്ട്സ് എത്ര ഔട്ട്ലെറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും? 40,000 ഔട്ട്ലെറ്റ് കേരളത്തിലും 15,000 ഔട്ട്ലെറ്റ് തമിഴ്നാട്. എക്സലന്റ്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇവിടം വരെ എത്തിയതാണ്. താങ്കൾ വളരെ ചെറു പ്രായത്തിൽ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണ്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഘടകങ്ങളുണ്ട്. 1 പ്രോഡക്റ്റ്, 2 പീപ്പിൾ, 3 ഇതിൻ്റെ ഒരു പ്രോസസ്സ്. നമ്മൾ PPP എന്നാണ് പറയുന്നത് ബിസിനസ് ടേമിൽ. ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഇതാ സ്പാർക്കിൻ്റെ പ്രേക്ഷകരായ നിരവധി ആൾക്കാരാണ് സംരംഭം തുടങ്ങാനിരിക്കുന്നതും സംരംഭം നടത്തുന്നവരൊക്കെ. ഈ 3 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രോഡക്റ്റ് ക്വാളിറ്റി ഒരു നോൺ നെഗോഷ്യബിൾ ആണ്. പീപ്പിൾ ഇൻ പ്രോസസ് ക്യാൻ ബി ബിൽറ്റ് ഓവർ ടൈം. സ്റ്റാർട്ടിങ്ങിൽ പ്രോഡക്റ്റിൽ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് സോ ഫോർ എനിബഡി ഗെറ്റിംഗ് ഇൻ, it's a non-negotiable until and unless you feel your product is differentiated or better, at least 1 notch better, if not 3 notches better. അതില്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങുപോലും ചെയ്യരുത്. അപ്പം ദാറ്റ്സ് വെയർ ഇറ്റ് സ്റ്റാർട്ട്സ്. അപ്പോൾ ഏത് ഫോമാറ്റിലും പ്രോഡക്റ്റ് നോൺ നെഗോഷ്യബിൾ ആണ്. പീപ്പിൾ ഇൻ പ്രോസസ് ഐ സ്റ്റിൽ ബിലീവ് ഇറ്റ് ടേക്സ് ടൈം. അതൊരു എവല്യൂഷനിലൂടെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. നമ്പർ 1 ക്വാളിറ്റി എന്നുള്ളൊരു പാഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു ലോങ് ടേമിൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് ചോദ്യം. നമ്പർ 1 ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈവൺ ഇഫ് ദ പ്രൈസ് ഇസ് മോർ ബട്ട് സ്റ്റിൽ യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ വിത്ത് ദാറ്റ് പ്രോഡക്റ്റ്. അബ്സല്യൂട്ട്ലി. ഓക്കെ, പീപ്പിൾ, അവിടെയാണ് അടുത്ത സെൻസിറ്റീവായ കാര്യം. പല സംരംഭകരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ഈഗിൾ കോച്ചിങ് ഒക്കെ താങ്കളെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പല സെഷനിലും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ. പല വേദികളിലും താങ്കൾ സംസാരിച്ച് കേട്ട കാര്യം സ്പാർക്കിന്റെ പ്രേക്ഷകരിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. പലപ്പോഴും ചെറിയ സംരംഭകർ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യാൻ നോക്കുന്നത്. ചിലപ്പോൾ നമുക്കേ അറിവുണ്ടാവില്ല. ആ കാര്യമായിരിക്കും നമ്മൾ അവനെ പഠിക്കും. എങ്ങനെയുള്ള ആൾക്കാരെയാണ് സംരംഭത്തിന് ആവശ്യം? പീപ്പിൾ. രണ്ടാമത്തെ പി. ഇത് ഐ തിങ്ക് you always have to look at who's one level below you. I mean, who are your direct reportees? അപ്പോൾ ഈ ഡയറക്ട് റിപ്പോർട്ടീസിൽ നമ്മുടെ എല്ലാവരുടെയും ടെൻഡൻസി is to take people who are yes sayers, അല്ലെ, saying yes to everything that you say. In fact, a simple rule I'd ask people to follow is don't be the smartest person in the room.
നിങ്ങളുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടൊരു റൂമിൽ ഇരിക്കുമ്പം എല്ലാം നിങ്ങളിൽ നിന്നാണ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഐഡിയ ജനറേഷൻ ഫുൾ നിങ്ങളിൽ നിന്നാണ് വരുന്നെങ്കിൽ, യു ആർ ഡെഫിനറ്റ്ലി ഇൻ ദ റോങ് റൂം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹയർ പീപ്പിൾ ഹു ഗോൺ ടു ക്വസ്റ്റ്യൻ യു കോൺസ്റ്റന്റ്ലി. നമ്മളെ കോൺസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യണം, ഈ ഡിസിഷൻ എന്തുകൊണ്ട് എടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റീവ്സ് എന്താ, അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ ആ റൂമിൽ ഉണ്ടാകണം. ഐ തിങ്ക് ദാറ്റ്സ് ദ ഫസ്റ്റ് മേജർ സ്റ്റെപ്പ്. അപ്പൊ നമ്മളെക്കാളും ആ മേഖലയിൽ മിടുക്കരായിരിക്കണം, എല്ലാവരും അറിയണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഡ്രൈവറെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെക്കാളും നന്നായി വണ്ടി ഓടിക്കുന്ന ആളാണ് എന്ന് പറയുന്ന പോലെ അക്കൗണ്ട്സിലും സെയിൽസിലും ഒക്കെ വേണ്ടത്. അതെ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഹയർ ചെയ്യുന്നത്. അതെ, എക്സലന്റ്. പ്രോസസ്സിലേക്ക് വരാം. ഇന്നത്തെ കാലത്ത് ചെറിയ സംരംഭകരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ തന്നെ ചെയ്താലേ ശരിയാവും എന്നുള്ള തോന്നലത് കൊണ്ട് അവർ ഡെലിഗേറ്റ് ചെയ്യാണ്ട് അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സംരംഭത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യം നമ്മൾ നല്ല ആൾക്കാരെ കണ്ടെത്തി, ഒരു ടീമിനെ കണ്ടെത്തി ഡെലിഗേറ്റ് ചെയ്ത് നമ്മൾ ഫ്രീ ആവുക എന്നുള്ളതാണ്. സോ പ്രോസസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? പ്രോസസ്, ഐ തിങ്ക് ഫോർ മീ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് നമുക്ക് ഒരു ഏരിയയിൽ റീസണബിൾ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഗിവ്സ് എസ് കംഫർട്ട്. ഇൻ സിംപിളർ ലാംഗ്വേജ്, മൈൽ വൈഡ് ആൻഡ് എൻ ഇഞ്ച് ഡീപ്പ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്സിനെയും കുറിച്ച് റീസണബിൾ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുക, ഇൻ ഡെപ്തിലല്ല, റീസണബിൾ. ആസ് എൻ ഓൺടർപ്രണർ, ഇഫ് യു ഹാവ് ദാറ്റ്, then delegating becomes easier. Okay. അപ്പം then you're saying നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ പ്രൊഡക്ഷൻ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ സംസാരിക്കുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രം മതി, അതിന്റെ ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം ആ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യും. Then the next step is having faith. I think വിശ്വാസം വേണം. അതിലാണ് it all starts. I mean, you will fail multiple times, but have faith in people to deliver if you've hired the right people. നമുക്ക് ഡീപ്പായിട്ട്, അതായത് താങ്കൾ പറഞ്ഞ പോലെ സെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ സെയിൽസിന്റെ ഡീപ്പിലോട്ട് പോയാൽ പിന്നെ നമ്മൾ അതിന്റെ എക്സ്പേർട്ടായി പോകും, പിന്നെ നമ്മൾ അതിൽ ഇടപെടും. ഫിനാൻസും അതുപോലെ തന്നെയാണ്. എല്ലാത്തിനെ കുറിച്ച് അറിവുണ്ടാവണം, പക്ഷെ ഡീപ്പായിട്ട് പോവാതെ അറിവുള്ള ആൾക്കാരെ വെച്ച് അവരെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മതി. അപ്പോൾ റൈറ്റ് പ്രോഡക്റ്റ്, റൈറ്റ് പീപ്പിൾ, റൈറ്റ് പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാം. ഇന്ന് പീപ്പിൾ, തിരിച്ചതിലേക്ക് വരാം. ഇന്ന് എല്ലാ സംരംഭകരുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ജനറേഷൻ. നമ്മളൊക്കെ നമ്മുടെ പാരൻസിനെ കുറിച്ചും ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, ജനറേഷൻ ഗ്യാപ്പ്. പക്ഷെ ഇന്ന് വളരെ എവിഡന്റ് ആണ്. ഇന്ന് മാർക്കറ്റിൽ വർക്ക് ഫോഴ്സ് നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് 4 പേരാണ് ഇവിടെ ഉള്ളത്. ജെൻഎക്സ് എന്ന മാർക്കറ്റിലുണ്ട്, ജെൻ വൈ അഥവാ മില്ലിനിയൽ, ജെൻ സി, ഇനി ആൽഫ വരാൻ പോകുന്നു അല്ലെ. അതോടൊപ്പം തന്നെ ബീറ്റയും വന്നിട്ടുണ്ട്. നമുക്കിന്ന് പ്രിഡോമിനന്റ്ലി നോക്കിയാൽ ജെൻ സി ആണ് നമുക്ക് അവൈലബിൾ. 1995 ശേഷം ജനിച്ചവരെ. ഇവരെ മാനേജ് ചെയ്യാനായിട്ട് ഇന്ന് ജെൻഎക്സും ജെൻ വൈയും ശരിക്കും ചാലഞ്ചസ് ആണ്. ഇവര് ഫ്രീഡം ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നവരാണ്. So I have to ask you this question. What is your take on it? എങ്ങനെയാണ് ഈ ജെൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുക? Gen Z, ideally, I'd break it into 2 classes. Okay. Again, avidem you have the managerial class and then you have the workforce. Okay. Pand loyalty was ranked very high, right? And I know a lot of people will be against me when I say this. But I think today you need to rank performance over loyalty, because you're not going to get loyalty with that group. And it's not fair for us to expect avarude loyalty expecting, because avrudeയും expectation in life is short term stints, നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, ലൈഫിൽ ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യുക, അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ ടു എക്സ്പെക്ട് ലോയൽറ്റി. സോ ഹൗ ഡു യു, എങ്ങനെയാണ് അവരെ പെർഫോമൻസിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്, അവരെ ആസ്പിറേഷനിലാക്കുന്നത്? അപ്പം ലാർജ്ലി ഞങ്ങളുടെ എല്ലാ ഫോക്കസും വരുന്ന ആൾക്കാരെ ആ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെ? ഐ മീൻ, ഹൗ കെൻ ദേ ഗ്രോ ഫാസ്റ്റർ ഇൻ ദിയർ കരിയേഴ്സ്? ഹൗ ഡു ദേ മേക്ക് മോർ സാലറി ഇൻ ദ പ്രോസസ്? ഐ മീൻ, ഇറ്റ്സ് ഓൾ വെരി, അവർക്കെല്ലാം ടാൻജിബിൾ ആയിരിക്കണം. അതല്ലാണ്ട് 5 കൊല്ലം കഴിയുമ്പം ഇവിടെ എത്തും, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം സാലറി, ഇറ്റ് ഡസൻറ്റ് വർക്ക് വിത്ത് ദം ഇൻ ദാറ്റ് ഫോർമാറ്റ്. സോ ആ ഗ്രൂപ്പിനെ ഹാസ് ബീൻ സീൻ വെരി ഡിഫറെന്റ്ലി. ഹൗ ഡു യു ഡെലിവർ പെർഫോമൻസ് ഓവർ ക്വാളിറ്റി എന്നുള്ള ഓവർ ലോയൽറ്റി എന്നുള്ള ഡയറക്ഷനാണ്. വിത്ത് ദി അതർ ഗ്രൂപ്പ് ഇസ് അബൌട്ട്, ആസ് യു റൈറ്റ്ലി സെഡ്, ആ മാനേജറിയൽ ഗ്രൂപ്പിന് ദേ ഡോണ്ട് വാണ്ട് ടു ബി കൺട്രോൾഡ്. അവർക്ക് അവരുടെ തോട്ട്സും അവരുടെ ഐഡിയാസും. സോ ഇന്നിപ്പം കുറെ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ വി ട്രൈ ആൻഡ് ബ്രിങ് ദിയർ പാർട്ടിസിപ്പേഷൻ ഇൻ ടു ബിസിനസ്. ദ ഡിസിഷൻസ് ആർ നോട്ട് വളരെ ഒരു സീനിയർ ലെവലിൽ എടുക്കുന്ന ഡിസിഷൻസ് മാത്രമല്ല നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ മാനേജറിയൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ഓൺ ബോർഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ അതിന്റെ അവന്യൂസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദേ വാണ്ട് ടു ബി ഹേർഡ്, ദേ ഹാവ് ഐഡിയാസ്, എ ലോട്ട് ഓഫ് ഗുഡ് ഐഡിയാസ്. അപ്പം അങ്ങനെ ഒരു അവരെയും കൂടെ എൻകോംപസ് ചെയ്ത് അല്ലെങ്കിൽ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള പ്രോസസ്സും കൂടെ എൻറ്റെയിൽ ചെയ്യുമ്പം ആ കമ്പനിയോടുള്ള കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി കുറച്ചും കൂടെ ഹയർ ആകും. ചുരുക്കി പറഞ്ഞാൽ താങ്കൾ പറയുന്നത് പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് അവർ കൺട്രോള് അത് വെച്ചിട്ട് ഫിയർ ഒന്നും കൊണ്ടൊന്നും വർക്ക് ചെയ്യില്ല. അവർക്ക് നമ്മൾ ഫ്രീഡം കൊടുത്തേ പറ്റൂ എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. ഇന്ന് ഈ വിപണി നോക്കുകയാണെങ്കിൽ ചെറിയൊരു മാർക്കറ്റ് അല്ല, ഇതൊരു വലിയ മാർക്കറ്റ് സൈസ് തന്നെയാണ്. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്?
ഐ തിങ്ക് ആർ എയിം ഇസ് ടു ബി വെരി ലേസർ ഷാർപ്പ് ഫോക്കസ്. സ്പൈസ് ആൻഡ് മസാല എനിക്ക് തോന്നുന്നു പല ട്രാക്കിലും ഞങ്ങൾ പോയിട്ടുണ്ട്. ഐ തിങ്ക് വി ഹാഡ് എ ഹാർഡ് ലേണിംഗ്സ് എസ് വെൽ, ഹാർഡ് ഫെയിലിയേഴ്സ് എസ് വെൽ. ഐ തിങ്ക് വൺ തിങ് വളരെ ക്ലിയർ ആയിട്ടുള്ളത് ആ ലേസർ ഷാർപ്പ് ഫോക്കസ്. ഒരു ഏരിയയിൽ നമ്മൾ ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ ദെൻ കണ്ടിന്യൂ ദാറ്റ് ഡ്രൈവ്, ബിക്കോസ് ദെൻ യു നോ അതിനെക്കുറിച്ച് എല്ലാം ഇന്ന് റീസണബിൾ കോൺഫിഡൻസോടെ ഞങ്ങൾക്ക് പറയാം സ്പൈസ് ആൻഡ് മസാലേനെ കുറിച്ച് പലതും അറിയാം. അതിന്റെ സോഴ്സിംഗ് മുതൽ അതിന്റെ പ്രൊഡക്ഷനിൽ എങ്ങനെ മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരാം, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ഇതിന്റെ ടെക്നോളജി ഇന്റഗ്രേഷൻ എങ്ങനെ കൊണ്ടുവരാം, ഇതിനാൽ എങ്ങനെ ഈ ബിസിനസ് വേറൊരു മാർക്കറ്റിൽ സ്കെയിൽ അപ്പ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാം. സോ ഐ തിങ്ക് ദി ഇന്റന്റ് ഇസ് വെരി ക്ലിയർ. ഈ പെർട്ടിക്കുലർ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഫോക്കസോടെ സ്റ്റാർട്ടിംഗ് വിത്ത് സൗത്ത് ഇന്ത്യ, ഹൗ കെൻ വി ഡ്രൈവ് അത് അടുത്ത 5 കൊല്ലത്തിൽ മൾട്ടിപ്പിൾ സദേൺ സ്റ്റേറ്റ്സിൽ ഗ്രോ ചെയ്യുക എന്നുള്ളൊരു ഇന്റന്റിലാണ് ഞങ്ങൾ ഇന്നിപ്പം ഫോക്കസ് ചെയ്യുന്നത്. വെരി ഗുഡ്. ആ വളർച്ചയുടെ പാതയിൽ വിറ്റാമിൻ എം, മണി ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട്. ആബ്സല്യൂട്ട്ലി. കാര്യം ശരിയാണ്. 4000 കോടി വിറ്റൂരുള്ള ഒരു കമ്പനിയാണെങ്കിൽ പോലും താങ്കളെ ഞാൻ ശ്രദ്ധിച്ചു, താങ്കളുടെ ഈ കിച്ചൺ ട്രഷേഴ്സിൽ താങ്കൾ ഒരു എക്സ്റ്റേണൽ ഫണ്ടിങ്ങിന് പോയ ഒരാളാണ്. അപ്പോൾ ഈ ഫണ്ടിങ്ങിന് പോകുമ്പോൾ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് എന്ന് വരുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം നിങ്ങൾക്ക് എന്തിനാണ് ഈ പണം, അല്ലേ? ആദ്യത്തെ ചോദ്യം. രണ്ട്, ആ പണം കിട്ടുന്ന പ്രോസസ്സ് എളുപ്പമായിരുന്നു. എങ്ങനെയാണ് ഈ ഫണ്ടിങ് നേടിയത്? ആ ചോദ്യം ഉണ്ടായിരുന്നു. വളരെ ഒരു സ്ട്രോങ് ചോദ്യമായിരുന്നു. ബിക്കോസ് ഗ്രൂപ്പ് ഇത്രയും പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ വൈ ഡു യു നീഡ് എക്സ്റ്റേണൽ ഫണ്ടിങ്? ഇൻഫാക്ട് അതൊരു ഡിറ്ററന്റ് ആയിരുന്നു. ബട്ട് ഐ തിങ്ക് ആസ് എ ടീം ആർ ഇന്റന്റ് വാസ് വെരി ക്ലിയർ. ഒന്ന്, കോൺസ്റ്റന്റ്ലി ബോർഡിലേക്ക് പോകണം കാശിന് വേണ്ടി. അതിൽ തന്നെ നമുക്കൊരു മുഷിപ്പുണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഇതൊരു സ്റ്റാൻഡ് ലോൺ ബിസിനസ്, സ്റ്റാൻഡ് ലോൺ എൻറ്റിറ്റി, ഇതിന്റെ ആസ്പിറേഷൻസ് മച്ച് ലാർജർ ആയിരുന്നു. ഐ മീൻ ഇൻ ടേംസ് ഓഫ് ദി എമൗണ്ട് ഓഫ് മണി ആൻഡ് ദി എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്. അത് ക്രിയേറ്റ് ചെയ്യാനും, അപ്പോൾ ഒരു സ്റ്റാൻഡ് ലോൺ ആസ്പെക്ട് ക്രിയേറ്റ് ചെയ്യാനും, പിന്നെ ആ ഒരു പ്രൊഫഷണൽ എൻവയൺമെന്റ്. ഇൻഫാക്ട് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ വരുമ്പം ഹൗ യുവർ തിങ്കിങ് ചേഞ്ചസ്, ഹൗ യുവർ റിപ്പോർട്ടിംഗ് ചേഞ്ചസ്, ദെൻ ഇറ്റ്സ് നോട്ട് അതൊരു ഇമോഷണൽ ഡിസിഷൻ അല്ല. ഇറ്റ്സ് ഓൾ വെരി ലോജിക്കൽ റാഷണൽ ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആ രണ്ട് ഇന്റന്റ് കണ്ടിട്ടാണ് ഫണ്ട് റേസിന് പോയത്. പ്രോസസ് വാസ് നോട്ട് നെസസറിലി ആസ് ഈസി ബിക്കോസ് ഓഫ് ദി ഏർലിയർ സെഡ് റീസൺസ്. പക്ഷേ ബിസിനസ് ഡെലിവറി ചെയ്ത് ആ ഒരു 4 to 5 year വിൻഡോ ഡെലിവറി ചെയ്ത ഗ്രോത്തും അതിന്റെ ഫ്യൂച്ചർ പ്ലാൻസും കണ്ടിട്ട് തന്നെയാണ് ഇൻവെസ്റ്റർ ഓൺ ബോർഡ് വന്നിരുന്നത്. എത്ര കോടി ഇൻവെസ്റ്റ്മെന്റ്? റഫ്ലി അബൌട്ട് 80 crores റേസ് ചെയ്തു. വെരി ഗുഡ്. വളരെ സ്ക്രാച്ച് എന്നാണ് നിങ്ങൾ തുടങ്ങിയത്, അല്ലേ? ഇന്ന് 250 കോടി വിറ്റുവരവ് ഉണ്ടാക്കി ഓവർ എ പീരീഡ് ഓഫ് ടൈം 4000 കോടി വിറ്റുവരവുള്ള ഒരു വലിയ ഗ്രൂപ്പിന്റെ ബോർഡ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഇപ്പോഴും ചെറുതാണെങ്കിലും ആ ഒരു ഡിഗ്നിറ്റി ഒക്കെ തിരിച്ചു കിട്ടിയോ? അതെ, ഉറപ്പായിട്ടും. എനിക്കൊന്ന് പ്രോഫിറ്റബിൾ ആയ ഇയർ മുതൽ ഡിഗ്നിറ്റി ഫുൾ ലെവലിലേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ആയി. ഉറപ്പായിട്ടും. കാരണം ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ചോദിക്കുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ മലയാളികളുടെ ആ മനസ്സിലേക്ക് സിന്തൈറ്റ് ഗ്രൂപ്പിന്റെ ആ എഫേർട്ട് സക്സസ്ഫുൾ ആയി. ഡെഫിനറ്റ്ലി. വെരി ഗുഡ്. ആൻഡ് വൺ ഫൈനൽ ക്വസ്റ്റ്യൻ അശോക്. പല ആൾക്കാരും, നമ്മുടെ സ്പാർക്കിന്റെ പ്രേക്ഷകർ നിരവധി പേരാണ് ഈ സംരംഭം തുടങ്ങാനിരിക്കുന്നത്, അല്ല നടത്തിക്കൊണ്ടു പോകുന്നവരൊക്കെ ആയിരിക്കാം. ഒരു സ്ക്രാച്ചിൽ തുടങ്ങി 26 വയസ്സിൽ തുടങ്ങി 250 കോടിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സംരംഭം തുടങ്ങാനിരിക്കുന്നവർ, റൺ ചെയ്യുന്നവർ, അവരോട് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഒരു സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ അവർക്ക് മിനിമം എന്ത് ക്വാളിറ്റികൾ ഉണ്ടാവും? I think it all starts with product, അല്ലേ? I mean, I think it's important. ഇന്നൊരു ഓൺടർപ്രണർ ഒരു മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് ഡ്രൈവ് നമ്മൾ നോക്കി ഒരാൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഓഫൺ വി ഫെയിൽ ടു തിങ്ക് അബൌട്ട് വാട്ട് ഇസ് ദ റൈറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ഇസ് ദെയർ എ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, അല്ലേ? ഇത് രണ്ടും നമ്മൾ സിഗ്നിഫിക്കൻ്റ്ലി ഇവാലുവേറ്റ് ചെയ്യണം. എന്താ ബ്ലൂ ഓഷൻ എവിടെയാണ്? ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മസാല ടെക്നിക്കലി ഇന്നൊരു റെഡ് ഓഷൻ ആണ്. ഇറ്റ്സ് ബിക്കം ടു പോപ്പുലേറ്റഡ്. സോ എൻറ്ററിങ് ദെയർ ഇസ് നോട്ട് ഗോൺ ടു മേക്ക് സെൻസ്, അല്ലേ? പക്ഷേ വാട്ട് ആർ ദ ബ്ലൂ ഓഷൻ ഓപ്പർച്യൂണിറ്റീസ് റെലവെന്റ് ടു ദാറ്റ് ഇക്കോസിസ്റ്റം? നമ്മളിരിക്കുന്ന ഇക്കോസിസ്റ്റത്തിന് ആ ബ്ലൂ ഓഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുഡ് ബി ടെക്നോളജി ലെഡ്, കുഡ് ബി സർവീസസ് ലെഡ്. യു കാൺ ബി എ സിഗ്നിഫിക്കൻറ്റ് മാനുഫാക്ചറിങ് ഓൺടർപ്രണർ ഇൻ കേരള. അതൊരു റിയാലിറ്റിയാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ദ റൈറ്റ് പ്രോഡക്റ്റ്. എ സൈഡ് ക്വസ്റ്റ്യൻ ടു ദാറ്റ് ഇസ് am I passionate about this product? ഓൺടർപ്രണർ ആവാൻ വേണ്ടി ഞാൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കരുത്. ആ പ്രോഡക്റ്റിനെ കുറിച്ചും ആ സർവീസിനെ കുറിച്ചും, പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസിനെ കുറിച്ചും ഞാൻ പാഷനറ്റ് ആണോ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ദെൻ ദ മാർക്കറ്റ് ഫിറ്റ്, ദെൻ വെദർ ദി ഇക്കോസിസ്റ്റം, ആ ഇക്കോസിസ്റ്റം എനേബിളർ ആണോ ആ പെർട്ടിക്കുലർ ആ ഒരു പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആക്കാൻ. ഐ തിങ്ക് ദീസ് ആർ 2-3 ഫാക്ടേഴ്സ് വൺ റിയലി നീഡ്സ് ടു ലുക്ക് ഇൻ ടു. പിന്നെ എൻ്റെ പേഴ്സണൽ ലേണിംഗ് ഞാൻ എപ്പോഴും പറയും, പെർസിവിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആബ്സല്യൂട്ട്ലി. Patience and perseverance and be relentless about your goal, because I think ഇന്ന് കാണുന്നത് പെട്ടെന്ന് ആൾക്കാർ ഗിവ് അപ്പ് ചെയ്യാൻ വില്ലിംഗ് ആണ്. അത് എൻ്റെ സിറ്റുവേഷനിൽ കുറച്ചത് ഫോസ്റ്റ് ആയിരുന്നു കാണും. കാശ് എടുത്തു, സക്സസ്ഫുൾ ആക്കാണ്ട് വഴിയില്ല. പക്ഷേ ദാറ്റ് സംതിങ് ദാറ്റ് ഐ ലേൺ. യു ഗോട്ട് ബി കംപ്ലീറ്റ്ലി ഗോയിങ് അറ്റ് ഇറ്റ്, ഡേ ഇൻ ഡേ ഔട്ട്. അതിൻ്റെ പുറയിലുണ്ടെങ്കിൽ ദെൻ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടെങ്കിൽ ദെൻ യുവർ ഫെയിലിയർ റേറ്റ് കംസ് ഡൗൺ, അല്ലേ? നമ്മൾ ഒരിക്കലും സക്സസ് റേറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഫെയിലിയർ റേറ്റ് ഇൻ ഓൺടർപ്രണർഷിപ്പ് ഇസ് ഹൈ. ഇത് കുറയ്ക്കാൻ പറ്റുന്ന 3-4 കാര്യങ്ങളാണിത്. അവിടുന്നേ നമുക്ക് വിജയമുള്ളൂ. അവിടുന്നേ വിജയമുള്ളൂ. അപ്പോൾ സിന്തൈറ്റ് ഗ്രൂപ്പ് എന്ന് വന്ന കിച്ചൺ ട്രഷേഴ്സ് അശോക് മാണിയുടെ ചിറകിലേറി വളർച്ചയുടെ പാതയിലാണ്. നിങ്ങൾ കേട്ടു, സിന്തൈറ്റ് ഗ്രൂപ്പ്
ലോകത്തിലെ നമ്പർ 1 കമ്പനിയാണ് സ്പൈസസ് എക്സ്ട്രാക്ഷൻസിൽ. 4000 കോടി വിറ്റുവരവ്, 4000 പേർക്ക് തൊഴിലും കൊടുക്കുന്നു. ആ സ്ഥാപനത്തിൽ നിന്നാണ് കൺസ്യൂമർ പ്രോഡക്റ്റ്, അവർ B2B ബിസിനസ്സിലാണ് B2Cയിലേക്ക് വരുന്നത്. അതിന് കിച്ചൺ ട്രഷേഴ്സ് എന്ന ബ്രാൻഡിൽ അതിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശ്രീ അശോക് മാണി. 26 വയസ്സിലാണ് അദ്ദേഹം ഈ സംരംഭം തുടങ്ങുന്നത്. ഇന്ന് 250 കോടി വിറ്റുവരവിൽ എത്തിച്ചു കഴിഞ്ഞു. അതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അത്രയ്ക്ക് കോമ്പറ്റീറ്റീവായ മാർക്കറ്റാണ് നമ്മുടെ സ്പൈസസും മസാലയും ഒക്കെ. പക്ഷെ അവിടെ നിന്ന് പിടിച്ച് വളർന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പഠനം, അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചതുകൊണ്ടാണ്. ആ പ്രോഡക്റ്റിനോടുള്ള പാഷൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. 6 വർഷം ലോസ് ആയിരുന്നു, അതിനുശേഷമാണ് പ്രോഫിറ്റ് കണ്ടു തുടങ്ങിയത്. ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് വളർത്താനാവില്ല. പക്ഷെ 6 കൊല്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അത് സബ്സിഡൈസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവിടെയാണ് നമ്മുടെയൊക്കെ ചാലഞ്ച്. ചിലപ്പോൾ 6 വർഷം എടുക്കണം എന്നില്ല. അപ്പോൾ എത്ര ക്ഷമ കാണിക്കുന്നോ അത്രയും വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇട്ടിട്ട് പോകാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. സംരംഭം, അതാണ് സംരംഭം. പക്ഷേ അത് പിടിച്ചു നിർത്തിയെന്ന് മാത്രമല്ല, മഞ്ജു വാര്യരെ പോലെ നല്ലൊരു ബ്രാൻഡ് അംബാസിഡറേയും കൊണ്ടുവന്ന് ബ്രാൻഡ് വളർത്തി ഇന്ന് തമിഴ്നാട്ടിൽ പുതിയ ബ്രാൻഡുമായി ഇറങ്ങിക്കഴിഞ്ഞു. മലയാളികളുടെ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ നെഞ്ചിലേറിയ ബ്രാൻഡുമായി കഴിഞ്ഞു കിച്ചൺ ട്രഷേഴ്സ്. വളർച്ചയുടെ പാതയിലാണ്, വലിയ ബ്രാൻഡാക്കി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അശോക്, വളരെ സന്തോഷം താങ്ക് യു. സ്പാർക്കിൻ്റെ വേദിയിൽ വന്ന്. എനിക്ക് ഉറപ്പാണ് ഒരു സംരംഭം തുടങ്ങാനിരിക്കുന്നവർക്കും സംരംഭകർക്കും ഒക്കെ ഒരു കേസ് സ്റ്റഡി ആയിരിക്കാം ചിലപ്പോൾ ഈ ഡിസ്കഷൻ. കാരണം നമ്മൾ പല ആംഗിളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനെടുത്ത എഫേർട്ടും ഒരു സംരംഭകർക്ക് വേണ്ട ക്വാളിറ്റി ഉൾപ്പെടെ നമ്മൾ പല വേദികളിലായി ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. താങ്കളുടെ ടീമിനെ ട്രെയിൻ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കിച്ചൺ ട്രഷേഴ്സ് വളരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. താങ്ക് യു. അതുകൊണ്ട് തന്നെ വളരെ ഉയരങ്ങളിലെത്തട്ടെ, അതൊരു നാഷണൽ ബ്രാൻഡായി തീരട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.